ബാർ കോഴ വിവാദം മൂർച്ഛിക്കുന്നതിനിടെ സിപിഐഎമ്മിൽ പുതിയ പോർമുഖം തുറന്ന് വി എസ് അച്യുതാനന്ദൻ. കോഴ വിവാദത്തിൽ സിബിഐ അന്വേഷണം തന്നെ വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ച സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിനെ പരസ്യമായി വി എസ് തള്ളി. സോഷ്യലിസ്റ്റ് ജനതയെയും RSPയെയും ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ച് വി എസ് പുതിയ ചർച്ചകൾക്ക് കൂടി വഴിമരുന്നിട്ടു. KM മാണിക്കെതിരെ ബാറുടമ ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങൾ CBI അന്വേഷിക്കേണ്ടതില്ല എന്ന സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ വാദങ്ങളെ പരസ്യമായി ഖണ്ഡിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ രംഗത്തെത്തിയത്. CBI അന്വേഷിക്കേണ്ടെന്ന പിണറായിയുടെ വാദങ്ങൾക്ക് വി എസിന്റെ മറുപടി ഇങ്ങനെ: മാണി ഉൾപ്പെട്ട സംസ്ഥാന ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തുവരില്ല. മുഖ്യമന്ത്രിയെയും KM മാണിയെയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഏജൻസി CBI ആണ്. ഈ വിദ്വാൻമാരെയൊക്കെ ചോദ്യം ചെയ്യാനാകുന്ന അന്വേഷണ സംവിധാനമുണ്ടായാൽ കോഴയുടെ കാര്യങ്ങൾ കൃത്യമായി വെളിച്ചത്ത് വരും. നേരത്തെ പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ കേസ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ സത്യം എങ്ങനെ പുറത്തുവരുമെന്ന് സുപ്രീം കോടതി തന്നെ ചോദിച്ചിട്ടുമുണ്ട്. ഇതിനാലാണ് താൻ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഇത് വേണമെന്നാണ് കേരള ജനത ആഗ്രഹിക്കുന്നതെന്നും വി എസ് പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം KM മാണിയെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് തടയിട്ട് വി എസ് മറ്റൊരു പ്രസ്താവനയും പുറപ്പെടുവിച്ചു. ഇടതുമുന്നണി വിട്ടുപോയ RSPയെയും സോഷ്യലിസ്റ്റ് ജനതയെയും പരസ്യമായി തിരിച്ചു വിളിച്ചായിരുന്നു വി എസിന്റെ പ്രസ്താവന. അഴിമതിയിൽ മുങ്ങിയ ഭരണത്തിൽ നിന്നും രാജിവെച്ച് ഇരു പാർട്ടികളും പുറത്തുവരണമെന്ന് വി എസ് ആവശ്യപ്പെട്ടു. ഈ അഴിമതി ഭരണത്തിൽ കടിച്ചു തൂങ്ങുന്നതിൽ കാര്യമുണ്ടോ എന്ന് ഇവർ പരിശോധിക്കണം. അഴിമതി ആരോപണം ഉയർന്നിട്ടും KM മാണിക്കെതിരെ CPIഎമ്മിലെ ഔദ്യോഗിക പക്ഷം മൃദുസമീപനം സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് വി എസ് സ്വതസിദ്ധമായ ശൈലിയിൽ ആഞ്ഞടിച്ചു രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി സമ്മേളനം കൂടി നടക്കുന്ന സാഹചര്യത്തിൽ വി എസിന്റെ നിലപാടുകൾക്ക് പാർട്ടിക്കകത്തും പ്രസക്തി ഏറെയുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.